എനിക്ക് ഒരു മാസം ഞാൻ 3 കിലോ വെളിച്ചെണ്ണ ഞാൻ സൺഫ്ലവർ ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. വെളിച്ചെണ്ണ ഇത്രയും വില കൂടിയപ്പോൾ ഞാനിപ്പം സൺഫ്ലവറും കൂടെ ഉപയോഗിച്ച് ഇപ്പം ഒരു മാസം ഞാൻ ചിലപ്പോൾ 1/2 കിലോ വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. പാമോയിൽ ഞാൻ ഉപയോഗിക്കില്ല. പാമോയിൽ ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? അല്ലെങ്കിൽ അത് നല്ല അഭിപ്രായം ഇല്ലല്ലോ. കൊഴുപ്പ് മാംസം മറ്റേ ഇതിൻ്റെയൊക്കെ കൊഴുപ്പെടുത്ത് ചെയ്യുന്നതാണെന്നൊക്കെയാണ് അറിവ്. ഒരു മാസം മുമ്പ് വരെ നമ്മളെയൊക്കെ ഏറെ ഭയപ്പെടുത്തിയിരുന്നത് സ്വർണത്തിന്റെ വിലയാണ് എങ്കിൽ ഇപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് വെളിച്ചെണ്ണയുടെ വിലയാണ്. സ്വർണത്തിന് വില കൂടിയാൽ നമുക്ക് വേണമെങ്കിൽ ധരിക്കണ്ട എന്ന് വെക്കാം. പക്ഷെ വെളിച്ചെണ്ണയുടെ വില കൂടിയാൽ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആരാ? നമ്മൾ വീട്ടമ്മമാരാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു വീട്ടമ്മയുണ്ട്. ഉച്ചയ്ക്ക് ഒരു യാത്രയ്ക്കായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്, ബസ് കാത്ത് നിൽക്കുകയാണ്. ഞാൻ അവിടെ കണ്ട് ചോദിക്കുകയാണ്, ചേച്ചി പറയണം, ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില എങ്ങനെയാണ് അടുക്കളകളെ ബാധിക്കുന്നത്? ഇപ്പോൾ 1 കിലോ 500 രൂപ. മറ്റേ എനിക്ക് ഒരു മാസം ഞാൻ 3 കിലോ വെളിച്ചെണ്ണ ഞാൻ സൺഫ്ലവർ ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. വെളിച്ചെണ്ണ ഇത്രയും വില കൂടിയപ്പോൾ ഞാനിപ്പം സൺഫ്ലവറും കൂടെ ഉപയോഗിച്ച് ഇപ്പം ഒരു മാസം ഞാൻ ചിലപ്പോൾ 1/2 കിലോ വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. പാമോയിൽ ഞാൻ ഉപയോഗിക്കില്ല. പാമോയിൽ ഉപയോഗിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? അല്ലെങ്കിൽ അത് നല്ല അഭിപ്രായം ഇല്ലല്ലോ. കൊഴുപ്പ് മാംസം മറ്റേ ഇതിൻ്റെയൊക്കെ കൊഴുപ്പെടുത്ത് ചെയ്യുന്നതാണെന്നൊക്കെയാണ് അറിവ്. അതിനെക്കുറിച്ച് എത്രയൊക്കെ അറിയാവൂ. അപ്പൊ ഇപ്പൊ 3 കിലോ എന്നുള്ളത് എന്താക്കി? 3 കിലോ എന്നുള്ള ഇപ്പം 1/2 കിലോയിൽ നിർത്തിയിരിക്കുകയാണ് ഒരു മാസം. കാരണം നമുക്ക് അതിനുള്ള വരവില്ല. നമുക്ക് 500 രൂപ 1 കിലോയ്ക്കുള്ള ഒന്നും നമുക്കില്ല. മറ്റേ 500 രൂപയ്ക്ക് നമുക്ക് 3 കിലോ വെളിച്ചെണ്ണ കിട്ടുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കടോറൊക്കെ കുറച്ച് ബാക്കി രുചിയൊക്കെ കുറച്ചൊക്കെ അങ്ങ് പോവുകയാണ്. അല്ല, പപ്പടം കാച്ചാറുണ്ടോ? പപ്പടം കാച്ചും സൺഫ്ലവർ ഉപയോഗിക്കും. ഗോൾഡ് വിന്നറാണ് എടുക്കണത്. വിന്നറിന് കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മിതമായിട്ട് ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ അതൊന്നും വരില്ല. ആവശ്യത്തിന് ഉപയോഗിക്കാം. അതല്ല, 500 രൂപയാണ് ഇപ്പൊ വില. രൂപയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ വാങ്ങാത്തത്. രുചിക്ക് വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ഈ വെളിച്ചെണ്ണ വേണ്ട പാമോയിൽ ഉപയോഗിക്കാന്ന് പറയുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പാമോയിൽ ഉപയോഗിച്ചത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴേ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പണ്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ ആർക്കും അത് മനസ്സിലാവും. നമ്മളതുകൊണ്ട് എപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല. പാമോയിൽ നിങ്ങൾ ഉപയോഗിക്കുക, അതിൻ്റെ ഗുണവും ദോഷമൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സർക്കാരിനോട് പറയാൻ എന്താ ഉള്ളത്? ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ കൂടുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പിടിച്ചു നിർത്താൻ എന്തെങ്കിലും സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും പറയാനുണ്ടോ സർക്കാരിനോട്? എന്തോന്ന് പറയാ, എന്ത് പറഞ്ഞാലും അവർ നടത്തണില്ലല്ലോ. പിന്നെ ഇനി പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. വെളിച്ചെണ്ണ വേണ്ടാന്ന് വെക്കാം അല്ലേ? വെളിച്ചെണ്ണ വേണ്ടെന്ന് വെക്കാം. വായുടെ രുചി കുറയ്ക്കാൻ നേരത്തെ അമ്മ പറഞ്ഞു. വായുടെ രുചി കുറയ്ക്കാം. അല്ലാതെ എന്താണ് ഇപ്പൊ സർക്കാർ ഇളവ് തന്നിട്ടുള്ള? ഒന്നും തന്നിട്ടില്ല. പിന്നെ നിസ്സാരം ഇനി വെളിച്ചെണ്ണയ്ക്ക് അവർ അതും തരൂല്ല. അതിനെക്കാളും മിണ്ടാതിരിക്കണേ. ഇത് പിന്നെ ഞാൻ സുമംഗല എന്ന് വിളിക്കുന്ന എൻ്റെ സുഷമ ചേച്ചിയാണ്. ഞാൻ ഇവിടെ നിന്നാണ് എന്നും ബസ്സിന് പോകുന്നത്. അപ്പോൾ എൻ്റെ വലിയ കൂട്ടുകാരിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ വില കൂടുന്നത് ഈ ചേച്ചിയെ 2 തരത്തിൽ ബാധിക്കും. ഒന്നൊരു നല്ല വീട്ടമ്മയാണ്, രണ്ടാമത് ചേച്ചിക്കൊരു ചെറിയ കടയുണ്ട്. അവിടെ വെളിച്ചെണ്ണ കച്ചവടമുണ്ട്. കച്ചവടം എങ്ങനെയുണ്ട് വെളിച്ചെണ്ണയുടെ? വെളിച്ചെണ്ണ കച്ചവടം ഇപ്പോൾ വളരെ മോശമാണ്. അതായത് 1 കിലോ വാങ്ങാൻ വരുന്നവർ ഒരു 200 ഗ്രാം കിട്ടുമോ 100 ഗ്രാം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വില കയറി വരുന്നുണ്ട്. ഓണം ആകുമ്പോഴത്തേക്കും ഇത് 500-ന് മേളിൽ പോകുമെന്നാണ് അറിവ്. ഇപ്പൊ ഏകദേശം 500 ആയി. വിൽപ്പനക്കാരി ആയതുകൊണ്ട് അറിയണില്ലായി. 480 ആയുള്ളൂ. പക്ഷേ വേറൊരു പ്രത്യേകത, ചേച്ചിയുടെ കടയിൽ നിന്ന് ഞാൻ ഒരിക്കൽ 1 ലിറ്റർ എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വെളിച്ചെണ്ണ അത് നല്ല പ്യോർ ആയിട്ടുള്ള നല്ല മില്ലിൽ ആട്ടുന്ന നല്ല വെളിച്ചെണ്ണയാണ്. പൂജപ്പുര നമ്മൾ തിരുമല ഈ 2 നിന്നാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് അവര് സ്വന്തമായിട്ട് ഉണക്കി ആട്ടുന്നതായതുകൊണ്ട് അവിടെ നിന്നാണ് എടുക്കുന്നത്. അതിൽ എനിക്ക് നല്ല ഒരു ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തേതിനേക്കാളും ഒരു കുറഞ്ഞത് ഒരാഴ്ചയിൽ എനിക്കൊരു 10 കിലോ വെളിച്ചെണ്ണ ചിലവാകും. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ പാക്കറ്റ് എണ്ണ വാങ്ങിക്കുന്നതിനേക്കാളും ഈ സാധാരണ ഈ ആട്ടിയ എണ്ണ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പാചകത്തിൽ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? കുറച്ച് മതി. ഇതിന് നല്ലൊരു മണമുണ്ട്, നല്ലൊരു ആഹാരത്തിനൊരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ആഹാരം വെച്ചിട്ട് വേറെ 1-2 പേര് എൻ്റെ നിന്ന് കഴിച്ചിട്ട് പറഞ്ഞു, ഈ വെളിച്ചെണ്ണ എന്ത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലാണ്. ഞാൻ വെളിച്ചെണ്ണ ഇങ്ങനെ മില്ലിൽ നിന്ന് ആട്ടുന്ന വാങ്ങുന്നതുകൊണ്ട് അതാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അതിൽ നിന്നും ഉണ്ടാക്കുന്നത് കൊണ്ട് ആയിരിക്കാം ഈ ടേസ്റ്റ് എന്ന് അവരും പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചിയുടെ പ്രൊമോഷനിൽ ആട്ടിയ വെളിച്ചെണ്ണ എല്ലാവരും ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് പാമോയിൽ വേണ്ട 1 ലിറ്റർ ആണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ മതി. അതാണ് ഏറ്റവും നല്ലത്. ഈ 500 രൂപ കൊടുത്ത് അത് നല്ല വെളിച്ചെണ്ണ മില്ലിൽ നിന്നും തന്നെ വാങ്ങണം. അത് അവിടെ നിന്ന് വെക്കുന്നിടത്തുനിന്നും വാങ്ങാം. മില്ലിൽ നിന്നും ആട്ടിക്കൊണ്ട് വരുന്നിടത്തുനിന്ന് വാങ്ങിയാൽ അത്രയും നല്ലത്. 1 ലിറ്റർ
വെളിച്ചെണ്ണയാണ്. ഇപ്പം ഞങ്ങളിവിടെ വിൽക്കുന്നത് 450 രൂപയാണ്. 450 രൂപയ്ക്കാണ് ഞാനിവിടെ വിൽക്കുന്നത്. 500 രൂപ വേണ്ട. വേണ്ട. ചേച്ചിയുടെ എനിക്ക് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നതിൽ നിന്നും 5-10 രൂപ ഞാൻ സ്വന്തമായിട്ട് വണ്ടിയിൽ പെട്രോൾ അടിച്ച് പോയി എടുക്കുന്നതാണ്. പക്ഷേ വേറൊരു വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് 200 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് നഷ്ടമായതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ പോയി എടുക്കുന്നതുകൊണ്ട് എനിക്ക് 10 രൂപ മാക്സിമം അത്ര ഉള്ളൂ. എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഓടിക്കണം. എനിക്കതിൽ നിന്ന് എൻ്റെ ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ അതിന് ഒരു 2 രൂപ കൊടുക്കാനും എനിക്കൊരു 2 രൂപ, അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ നല്ല വെളിച്ചെണ്ണ വേണം എന്നുള്ളവര് നമ്മുടെ മരുതൻകുഴി നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, ഉദിയന്നൂർ അമ്പലത്തിന്റെ അടുത്തുള്ള നമ്മൾ PTP പോകുന്ന ആ റോഡിൽ വന്നാൽ, ഫോറസ്റ്റ് റോഡിൽ വന്നാൽ ഇവിടെ സുഷമ ചേച്ചിയുടെ കടയിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും. അത് 450 കൊടുത്താൽ 50 രൂപയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്വർണത്തിനേക്കാളും വിലയാണ്. ഇത് സുരേഷ് അണ്ണൻ നല്ല ഒന്നാം തരം ഒരു മീൻ കച്ചവടക്കാരനാണ്. ഇവിടെ ഇന്നിപ്പോൾ മീനൊക്കെ വിറ്റതിന് ശേഷം ഇവർ രണ്ടുപേരും ഇവിടെ ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, വീട്ടിൽ നമുക്ക് പെണ്ണുങ്ങളുടെ കാര്യം മാത്രം ചോദിച്ചാൽ പോരല്ലോ, അടുക്കള ഭരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലും ചില വീടുകളിലെങ്കിലും ആണുങ്ങളാണ് ഈ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ എന്ത് എണ്ണയാണ് വാങ്ങിക്കുന്നത് ചോദിക്കാം. ചേട്ടാ, വീട്ടിൽ എന്താണ് എണ്ണ വാങ്ങിക്കുന്നത്? ഫാമിലാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ പ്രശ്നമല്ല. ഈ പാമോയില് കഴിച്ച പ്രശ്നമുണ്ടെന്ന് അറിയില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഈ വിലക്ക് നമ്മൾ എങ്ങനെ വാങ്ങിക്കണ? മീനിന് നല്ല വില വാങ്ങിക്കുന്നുണ്ടല്ലോ. അത് വാങ്ങിച്ചിട്ട് പോകണുണ്ടല്ലോ. അത് വാങ്ങിച്ചോണ്ട് പോണുണ്ട്. അത് തന്നെ ഇല്ലേ, എന്നാലും നല്ലോണം വില എടുക്കുന്നുണ്ട് മീൻ. അപ്പൊ പിന്നെ അതുകൊണ്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചൂടെ? യഥാർത്ഥ കൊലപാതകം ഉണ്ടാക്കാൻ തന്നെ വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെളിച്ചെണ്ണ പൈസ ഈ മീനൊക്കെ വിറ്റ് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് ആദ്യം വെളിച്ചെണ്ണ കഴിക്കാം അല്ലേ ചേട്ടാ? അല്ലെ പാമോയിൽ വിൽക്കുന്നോട് ശരിയാവും. പാമോയിൽ നിത്യം ഉപയോഗിക്കുന്നത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും. കേട്ടാ നിത്യം ഉപയോഗിച്ച ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിത്യം ഉപയോഗിച്ച അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നുള്ളൂ. എന്തൊക്കെയായാലും ശരി, ഇതൊരു രസകരമായ ഒരു സംഭാഷണമായിട്ടാണ്. നമ്മൾ വെളിച്ചെണ്ണയും പാമോയിലും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇവരെ തമ്മിലൊന്ന് അടുപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ ചേട്ടൻ ഭയങ്കര ശാന്തനായോണ്ട് അടി ഉണ്ടായില്ല. എന്തായാലും പാമോയിൽ വേണ്ട, നമുക്ക് വെളിച്ചെണ്ണ മതി. നേരത്തെ സുഷമ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ 1 ലിറ്റർ ആണെങ്കിലും 1 ലിറ്റർ 450 രൂപയേ ഉള്ളൂ. ആ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ മതി. പാമോയിൽ വേണ്ടാന്ന് തന്നെ വെക്കുക. നല്ലതാണ്. തേങ്ങ നമുക്ക് ഒത്തിരിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ലാഭത്തിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് നേരെ ഇവിടെ വരുന്നത് തന്നെ വാങ്ങാനായിട്ട്. വെളിച്ചെണ്ണയുടെ വില അമ്മയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? തേങ്ങ ഭയങ്കര വില, പണ്ടത്തെ കാലത്തൊക്കെ വെളിച്ചെണ്ണ ഏറ്റവും കുറഞ്ഞത് എത്ര വിലക്ക് വാങ്ങിച്ചതായിട്ടാണ് അമ്മയുടെ ഓർമ്മ? 50 രൂപയ്ക്കൊക്കെ 1 ലിറ്റർ അല്ല, എത്ര 200 രൂപയ്ക്ക് വാങ്ങിച്ച കാലം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഈ ഓയിൽ മില്ലിൽ നിന്ന് ഇങ്ങനെ എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നല്ല മണം, നല്ല എണ്ണ. ഇവിടെ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട്? 430 കിലോ 435. അത് ലാഭമാണ്, നല്ല എണ്ണയും കിട്ടും അല്ലേ? നല്ല എണ്ണയായിരിക്കും. ഇത് ഈ വില കൂടിയപ്പോഴാണോ ഇങ്ങോട്ട് മാറിയത്? അല്ല, ആദ്യമേ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വർഷങ്ങളോളം ഇവിടെ തന്നെ. നല്ല എണ്ണ, നല്ല തേങ്ങ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്ഥിരമാക്കുന്നത്.